ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ സഖാവ് ചന്ദ്രൻപിള്ള, ആദ്യം വിഷയം അവതരിപ്പിച്ച പ്രൊഫസർ ജോസഫ് ആൻ്റണി, മറ്റ് വേദിയിലിരിക്കുന്ന സഖാക്കളെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഇന്ന് ആഗസ്റ്റ് 9-ാം തീയതി നാഗസാക്കി ബോംബാക്രമണത്തിൻ്റെ 80-ാം വാർഷികം ആചരിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിശ്ചയിച്ച ഭഗത് സിംഗ് പൊളിറ്റിക്കൽ ഫോറത്തിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പൊതുവെ മറന്നുകിടക്കുന്ന ഒരു വിഷയമായിരുന്നു ഇത്. ന്യൂക്ലിയർ യുദ്ധത്തിനെതിരെ ലോകരാജ്യങ്ങൾ, വിശേഷിച്ചും വലിയ ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ ന്യൂക്ലിയർ ആയുധങ്ങൾ കുന്നുകൂട്ടുന്നതിനെതിരെ, എപ്പോഴും അത് പ്രയോഗിക്കും എന്ന ഭീഷണി ഉയർത്തുന്നതിനെതിരെ ലോകമാസകലം ഇന്ന് ഇത്തരത്തിൽ ഈ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിങ്ങിനും ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്നുള്ള ഭീഷണിക്കുമെതിരെയുള്ള ആ ഭീഷണികളും മറ്റും ഇങ്ങനെ ഇത്തരത്തിൽ പൊടിപ്പും തൊങ്ങലും വച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് സംബന്ധമായ സുദീർഘമായ ചർച്ചകൾ നടക്കേണ്ടതായിരുന്നു. ഇത് സംബന്ധമായ ജനകീയ പ്രസ്ഥാനങ്ങളും ജനകീയ ബോധവും ഉണ്ടായി വരേണ്ടതായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ കഴിഞ്ഞ കുറച്ചു കാലമായി അത്തരം പ്രസ്ഥാനങ്ങൾക്ക് പിന്നോട്ടടി ഉണ്ടായിട്ടുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ന് നിലനിൽക്കുന്ന യുദ്ധ അന്തരീക്ഷത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ ഫോറത്തിൻ്റെ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. അത് തീർച്ചയായും അഭിവാദ്യങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകം തന്നെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ ജോസഫ് ആൻ്റണി സാർ വളരെ വ്യക്തമായി ഇവിടെ അവതരിപ്പിച്ച കാര്യമാണ്. നമ്മൾ 1945 രണ്ടാം ലോകയുദ്ധത്തിൻ്റെ അവസാനം 2 സ്ഥലങ്ങളിൽ അമേരിക്ക ന്യൂക്ലിയർ ബോംബ് പ്രയോഗിച്ചതിൻ്റെ കാര്യകാരണങ്ങളെപ്പറ്റി, യഥാർത്ഥത്തിൽ അന്ന് അത്തരത്തിലൊരു ബോംബ് പ്രയോഗിക്കേണ്ടതിൻ്റെ യുദ്ധസംബന്ധമായ ആവശ്യകതകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. മറിച്ച് ജപ്പാൻ യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായതിനു ശേഷം ജപ്പാന്റെ പ്രധാനപ്പെട്ട ചക്രവർത്തിയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സൈന്യമായ ക്വാങ്ടങ് സേന പരാജയം അംഗീകരിച്ചതിന് ശേഷം അതിൻ്റെ കേവലം കരാറുകൾ തയ്യാറാക്കുക എന്ന കർത്തവ്യം മാത്രം ബാക്കി നിൽക്കെ ജപ്പാനിൽ കൊണ്ട് 2 അണുബോംബിടുമ്പോൾ അമേരിക്ക അന്ന് വ്യക്തമായി ഒരു കാര്യം പ്രഖ്യാപിക്കുകയായിരുന്നു. അതായത്, ഞങ്ങളുടെ കയ്യിൽ അണുബോംബുണ്ട്, ആവശ്യമാണെങ്കിൽ ഞങ്ങൾ അത് പ്രയോഗിക്കുന്നതിന് വേണ്ടി മടിക്കില്ല. ഇത് മോസ്കോ നോക്കിക്കാണുക. അഥവാ മോസ്കോയിൽ ബോംബിടാൻ പറ്റാത്തത് കൊണ്ട് നാഗസാക്കിയിലും ഹിരോഷിമയിലും കൊണ്ട് 2 ബോംബിട്ടുകൊണ്ട് അന്നത്തെ സോവിയറ്റ് യൂണിയനെ വിരട്ടുന്നതിന് വേണ്ടിയും പിൽക്കാല ലോകക്രമത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനും വേണ്ടിയാണ് ശ്രമിച്ചത്. വിശദീകരിച്ചു കഴിഞ്ഞു. 2ാം ലോകയുദ്ധത്തിൻ്റെ മൊത്തത്തിലുള്ള ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ജർമ്മനിയും ഹിറ്റ്ലറുടെ സൈന്യവും കിഴക്കോട്ട് പോവുകയും അത് സോവിയറ്റ് അതിർത്തിയിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ സോവിയറ്റ് യൂണിയനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം പടിഞ്ഞാറ് നിന്ന് ഒരു യുദ്ധ മുന്നണി ആരംഭിക്കുന്നതിന് വേണ്ടി അന്നത്തെ സോവിയറ്റ് പാർട്ടിയുടെ നേതാവും ഇന്റർനാഷണലിന്റെ നേതാവുമായിരുന്ന സഖാവ് സ്റ്റാലിനും സോവിയറ്റ് നേതാക്കന്മാരും പല ആവർത്തി അമേരിക്കയോടും മറ്റ് പാശ്ചാത്യ ശക്തികളോടും ആവശ്യപ്പെട്ടതാണ്, നിങ്ങൾ പുറകിൽ നിന്ന് പടിഞ്ഞാറ് നിന്ന് ഒരു 2ാം മുന്നണി ആരംഭിക്കുക. പലതരത്തിലുള്ള ഒഴിവുകൾ പറഞ്ഞുകൊണ്ട് അമേരിക്ക അത്തരത്തിലൊരു മുന്നണി അല്ലെങ്കിൽ ഒരു വാർ ഫ്രണ്ട് പടിഞ്ഞാറ് നിന്ന് തുറക്കുന്നതിന് വിസമ്മതിക്കുകയാണ് ചെയ്തത്. എന്നാണോ സോവിയറ്റ് യൂണിയൻ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തുകയും മഹത്തായ സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിൽ ഹിറ്റ്ലറുടെ ആദ്യത്തെ അർത്ഥത്തിലുള്ള പരാജയം ഏറ്റുവാങ്ങുകയും ആ സൈന്യത്തിന് പിന്നോട്ട് പോകേണ്ടി വരികയും അവസാനം അത് ബെർലിനിൽ എത്തുകയും ചെയ്തതിന് ശേഷം ജർമ്മനി മുഴുവൻ സോവിയറ്റ് അധിനിവേശത്തിലേക്ക് അല്ലെങ്കിൽ സോവിയറ്റ് മേൽക്കോയ്മയിലേക്ക് പോകുന്നതിനെതിരെ ആ സമയത്ത് സോവിയറ്റ് സേനയ്ക്കെതിരെയാണ്
പാശ്ചാത്യ രാജ്യങ്ങൾ അന്ന് പടിഞ്ഞാറ് നിന്നുള്ള യുദ്ധമുന്നണി തുറക്കുന്നതും ജർമ്മനിയുടെ ബാക്കി ഭാഗങ്ങൾ സോവിയറ്റ് യൂണിയൻ ഒക്കുപ്പൈ ചെയ്തത് അല്ലാതെയുള്ള ഭാഗങ്ങൾ ഒക്കുപ്പൈ ചെയ്യുകയും ചെയ്തത്. ജപ്പാനെ ആകട്ടെ, ജപ്പാന്റെ കയ്യിലിരുന്ന ചൈനീസ് ഭാഗങ്ങൾ അത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ കീഴ്പ്പെടുക്കുകയും മഞ്ചൂറിയ, പ്രത്യേകിച്ച് ആ മഞ്ചൂറിയ കീഴ്പ്പെടുത്തിയതിന് ശേഷം മഞ്ചൂറിയ ചൈനയ്ക്ക് വിട്ടുകൊടുക്കുകയും അവിടെ നിന്നാണ് ചൈനീസ് വിപ്ലവം വിജയത്തിലേക്ക് പോകുന്നത്. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ ഒരു ബോംബ് ഇടേണ്ടതിൻ്റെ ആ അർത്ഥത്തിൽ ആവശ്യകത ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതി, ബോംബിട്ടത് അന്നത്തെ വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരളവ് വരെ ലോകത്തിലെ കുറെ അധികം ആളുകൾ അംഗീകരിക്കുമ്പോൾ പോലും ആ നിമിഷം മുതൽ, ബോംബിട്ടതിന്റെ അടുത്ത ദിവസം മുതൽ ലോകത്ത് ഇത്തരത്തിൽ ന്യൂക്ലിയർ ബോംബിനെതിരെയുള്ള പ്രതിഷേധങ്ങളും ആരംഭിച്ചു. രണ്ടാം ലോകമഹായുദ്ധമായിരുന്നിട്ട് പോലും ഐൻസ്റ്റൈൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്ന് പ്രകടനത്തിൽ വന്ന് പങ്കെടുത്തു എന്നതാണ് ചരിത്ര സത്യം എന്ന് പറയുന്നത്, ആൽബർട്ട് ഐൻസ്റ്റൈൻ ഉൾപ്പെടെ. അപ്പൊ അതിനുശേഷം നമ്മൾ കാണുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ ലോകത്ത് ഒരു സമാധാന പ്രസ്ഥാനം മുന്നോട്ട് വരുന്നതാണ്. ആ സമാധാന പ്രസ്ഥാനം മുന്നോട്ട് വരികയും 1950കളിലും 60കളിലും 70കളിലുമൊക്കെ അത് ശക്തിപ്പെടുകയും ചെയ്തു. പക്ഷെ ഇന്ന് ആ സമാധാന പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ പിന്നോട്ടടി നേരിട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ യുദ്ധത്തിനെ പറ്റിയും സമാധാനത്തിനെ പറ്റിയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അതുമായുള്ള ബന്ധത്തിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്തൂടെ അർത്ഥമാക്കേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകൾ തൊഴിലാളി വർഗ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് പ്രതിനിധാനം ചെയ്യുന്നവരാണ് എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ നമുക്ക് വളരെ കൃത്യമായ ഒരു സമാധാന നയമുണ്ടോ? നമ്മൾ എന്ത് തരത്തിലുള്ള സമാധാനത്തിന്റെ ലൈനാണ് മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? സമാധാനം ഏതളവ് വരെയാണ് മുതലാളിത്ത സാമ്രാജ്യത്വ ലോകത്ത് സാധ്യമായിരിക്കുന്നത്? ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. 1900കളുടെ തുടക്കത്തിൽ അന്ന് നിലനിൽക്കുന്ന യുദ്ധങ്ങളെ, പ്രത്യേകിച്ചും ഒന്നാം ലോകയുദ്ധത്തിനെയും അതിനു മുമ്പുള്ള യുദ്ധ സാഹചര്യത്തിനെയും സഖാവ് ലെനിൻ വളരെ ആഴത്തിൽ മനസ്സിലാക്കുകയും അത് ജനങ്ങളുടെ മുമ്പിൽ, തൊഴിലാളി വർഗത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിനകം തന്നെ ഇവിടെ അവതരിപ്പിച്ചതാണ്. ഒന്നാം ലോകയുദ്ധത്തിന്റെ ആ അർത്ഥത്തിലുള്ള കാരണം അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ഉടനടിയുള്ള കാരണം ഒരു ആസ്ട്രിയയുടെ രാജകുമാരനെ ഒരു സെർബിയൻ ദേശീയവാദി വെടിവെച്ചു കൊന്നതാണ് എന്ന് കാണാൻ പറ്റും. ഇപ്പൊ സെർബിയയോട് ജർമ്മനി അന്ന് ചില കണ്ടീഷൻസ് പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സെർബിയ അത് പാലിക്കുന്നില്ല. അപ്പോ ജർമ്മനി സെർബിയയെ ആക്രമിക്കുന്നു. സെർബിയയുമായി കരാറുണ്ടായിരുന്ന റഷ്യ യുദ്ധത്തിലേക്ക് വരുന്നു. അങ്ങ് ബാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം അങ്ങോട്ടും ഇങ്ങോട്ടും കരാറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അവയെല്ലാം യുദ്ധത്തിലേക്ക് വരുന്നു. ഈ യുദ്ധം ഒരു ലോകമഹായുദ്ധമായി വിപുലീകരിക്കപ്പെടുന്നു. ലെനിനെ സംബന്ധിച്ചിടത്തോളം ലെനിൻ ഈ സാഹചര്യത്തിലേക്ക് കടന്നുപോയി ഇതിനെ വിലയിരുത്തുമ്പോൾ ഇതിന്റെ ഉടനടിയുള്ള കാരണങ്ങളല്ല വിലയിരുത്തുന്നത്. കാരണം ഉടനടിയുള്ള കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സെർബിയൻ ദേശീയവാദി വെടിവെച്ചതും ആസ്ട്രിയയുടെ രാജകുമാരൻ വെടികൊണ്ട് മരിച്ചതുമൊക്കെ ന്യായമായ കാര്യങ്ങളാണ്, വസ്തുതകളാണ്. ഇതിനകത്ത് തർക്കമൊന്നുമില്ല. ലെനിൻ അവിടെ അപ്ലൈ ചെയ്യുന്നത് തന്റെ തത്വചിന്താപരമായ വീക്ഷണമായ വൈരുദ്ധ്യാത്മക ഭൗതികവാദം, അതിൽ തന്നെയുള്ള വൈരുദ്ധ്യാത്മക യുക്തി ആ സാഹചര്യത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ആ സാഹചര്യത്തിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കാര്യവും കാരണവും തമ്മിലുള്ള ബന്ധം, ഈ കാര്യവും കാരണവും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് അതിനു മുമ്പ് തന്നെ, ഏതാണ്ട് ഹെഗലിയൻ ചിന്തയുടെ ആരംഭത്തിന് മുമ്പ് തത്വചിന്താ മേഖലയിൽ അതിന്റെ മുൻകാല ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡേവിഡ് ഹ്യൂം എന്ന് പറയുന്ന തത്വചിന്തകൻ കാര്യവും കാരണവും തമ്മിലുള്ള ബന്ധത്തിനെ പ്രശ്നവൽക്കരിക്കുന്നതും അത് പരിഹരിക്കുന്നതിനു വേണ്ടിയുമാണ് തത്വചിന്താ മേഖലയിൽ വൈരുദ്ധ്യവാദം കടന്നു വരുന്നത്. ആ വൈരുദ്ധ്യവാദം വിശദീകരിക്കുമ്പോൾ അത് തലമുറകളിലൂടെ കടന്നു വന്നുകൊണ്ടാണ് ഹെഗലിയൻ ലോജിക്കിലൂടെ വിശദീകരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഘട്ടത്തിൽ, അത് വിശദീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ കാര്യവും കാരണവും തമ്മിലുള്ള ബന്ധത്തിനെ ഇങ്ങനെ ഹെഗൽ വിശദീകരിക്കുന്നുണ്ട്. കാര്യവും കാരണവും തമ്മിലുള്ള ഒരു കറസ്പോണ്ടൻസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ അതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചു പോകാറുണ്ട്. ശരിയാണ്, കാര്യത്തിനെല്ലാം കാരണമുണ്ട്. പക്ഷെ കാര്യവും കാരണവും തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് ഏറ്റവും പ്രധാനം. കാരണത്തിനേക്കാൾ വലിയ ഒരു കാര്യം ഉണ്ടാകാൻ പറ്റില്ല.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ അവിടെ തെറ്റിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കാരണത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റാണ്. ഒന്നാം ലോകയുദ്ധത്തിന്റെ സാഹചര്യം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാരണമുണ്ട്. ഒരു രാജകുമാരനെ വെടിവെച്ചു കൊന്നു, അതൊരു ദേശീയവാദിയാണ് വെടിവെച്ചു കൊന്നത്. പിന്നെ ഒട്ടനവധി അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്, അത് പ്രധാനമാണ്, അതിനകത്തൊന്നും തർക്കമില്ല. പക്ഷെ അതിനെ മാത്രം എടുത്തുകൊണ്ട് ഒന്നാം ലോകയുദ്ധത്തിന് വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യവും കാരണവും തമ്മിലുള്ള കറസ്പോണ്ടൻസ് അവിടെ പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് മറ്റൊരു പഠനമാണ് അവിടെ ആവശ്യകതയായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാം ലോകയുദ്ധത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ സാഹചര്യത്തിനെ പഠിക്കുക. ആ രാഷ്ട്രീയ സാഹചര്യത്തിനെ പഠിച്ചുകൊണ്ടാണ് ലെനിൻ നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇതൊരു സാമ്രാജ്യത്വ യുദ്ധമാണ്, ഇരപിടിയൻ യുദ്ധമാണ്. കുറെ രാജ്യങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ട്, കുറെ രാജ്യങ്ങൾക്ക് കോളനികളുണ്ട്. കോളനികളിലൂടെ മാർക്കറ്റ് സംരക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് ജർമ്മനിയെ പോലെ വികസ്വരമായിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ വലിയ മാനുഫാക്ചറിംഗ് ബേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോളനികളുടെ ആവശ്യകതയുണ്ട്. അപ്പോൾ പുതിയ കോളനികൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, പഴയ കോളനികളെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി, പുനർവിഭജനം നടത്തുന്നതിന് വേണ്ടി സാമ്രാജ്യത്വ ശക്തികൾ നടത്തുന്ന യുദ്ധമാണ് ഒന്നാം ലോക യുദ്ധം. അതിന് ഈ പ്രത്യേക കാരണം, ഒരു രാജകുമാരനെ വെടിവെച്ച് കൊന്നതോ വെടിവെച്ച് കൊല്ലാത്തതോ അതൊക്കെ രണ്ടാമത്തെ കാരണമാണ്. അതെന്തായാലും ശരി, സാമ്രാജ്യത്വം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്തരത്തിൽ സാമ്രാജ്യത്വ യുദ്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് സാമ്രാജ്യത്വത്തിന്റെ മാറ്റാനാകാത്ത ഒരു നിയമമാണ്, സാമ്രാജ്യത്വ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വരുന്നതാണ്. ഹെഗലിയൻ ലോജിക്കിനെ അപ്ലൈ ചെയ്തുകൊണ്ട് ലെനിൻ എത്തുന്ന നിഗമനമാണ് ഇത്. ആ നിഗമനത്തിൽ നിന്ന് നമുക്ക് അടുത്ത നിഗമനങ്ങളിലേക്കും ലെനിൻ തന്നെ അത് അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പക്ഷം ചേരുന്നതല്ല തൊഴിലാളി വർഗ പാർട്ടിയുടെ നയം. കാരണം സാമ്രാജ്യത്വമാണ് യുദ്ധത്തിന്റെ കാരണമെങ്കിൽ ആത്യന്തികമായി സാമ്രാജ്യത്വത്തിനെ ഇല്ലാതാക്കാത്തിടത്തോളം കാലം, സാമ്രാജ്യത്വത്തിനെ മെരുക്കാൻ പറ്റാത്തിടത്തോളം കാലം യുദ്ധത്തിന് പരിഹാരമില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും പക്ഷത്തുള്ള പിതൃഭൂമിയുടെ പക്ഷം ചേരുക എന്നുള്ളതല്ല കമ്മ്യൂണിസ്റ്റുകളുടെ ഇവിടുത്തെ നയം. മറിച്ച് ഈ പിതൃഭൂമികളിൽ ഈ ഓരോ രാജ്യത്തും യുദ്ധ സാഹചര്യത്തിന് ആഭ്യന്തര യുദ്ധമാക്കി മാറ്റുക, അതുവഴി സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും ബലം കുറഞ്ഞ കണ്ണിയെ പൊട്ടിച്ചെടുക്കുക. ഇതാണ് ലെനിൻ അന്ന് മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം. ലെനിൻ സാമ്രാജ്യത്വത്തെ ഒരു ചങ്ങലയോടാണ് ഉപമിച്ചത്. ചങ്ങലയുടെ ബലം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ശക്തി കുറഞ്ഞ കണ്ണിയുടെ ബലമാണ്. അങ്ങനെയാണെങ്കിൽ അന്നത്തെ അതിന്റെ ഏറ്റവും ശക്തി കുറഞ്ഞ കണ്ണി റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ ആ കണ്ണി പൊട്ടി. അങ്ങനെ അവിടെ സാമ്രാജ്യത്വ വിരുദ്ധമായ, മുതലാളിത്ത വിരുദ്ധമായ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നിലവിൽ വന്നു. അപ്പൊ ലെനിൻ നമ്മുടെ തൊഴിലാളി വർഗത്തിന്റെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്ന ചിന്തകനും അധ്യാപകനുമായ ലെനിൻ നമ്മൾ പഠിപ്പിച്ചത് യുദ്ധത്തിന്റെ കാരണത്തിനെ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ്. 1940കളുടെ അവസാനം, പ്രത്യേകിച്ചും രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം സോവിയറ്റ് നിർമ്മാണത്തിന്റെയൊക്കെ കാലഘട്ടത്തിൽ 1949 എക്കണോമിക് പ്രോബ്ലംസ് ഓഫ് സോഷ്യലിസം ഇൻ USSR എന്ന് പറയുന്ന സ്റ്റാലിന്റെ പുസ്തകത്തിനെ തുടർന്നും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നതിനെതിരെ ചില സഖാക്കൾ സ്റ്റാലിനോടൊരു ചോദ്യം ചോദിച്ചു. ലെനിന്റെ സിദ്ധാന്തം പറയുന്നു സാമ്രാജ്യത്വം സുനിശ്ചയമായും യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു മൂന്നാം ലോകയുദ്ധം അനിവാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ സാഹചര്യത്തിൽ അന്ന് സ്റ്റാലിൻ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു മൂന്നാം ലോകയുദ്ധം അനിവാര്യമല്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് 1/3 രാജ്യങ്ങൾ സോഷ്യലിസ്റ്റായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, 2 ലോകയുദ്ധങ്ങളിലൂടെ കടന്നുപോയ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്താണെന്ന് അറിയാവുന്നതാണ്. അതുകൊണ്ട് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റുകളും കേന്ദ്രബിന്ദുവായിക്കൊണ്ട് ഒരു മിലിറ്റന്റായ സമാധാന പ്രസ്ഥാനം ഉണ്ടായി വരികയാണെങ്കിൽ അതിന് മൂന്നാം ലോകയുദ്ധത്തിന് തടയാൻ പറ്റും. ഇതാണ് യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള മനസ്സിലാക്കൽ. അതായത് മുതലാളിത്തത്തിന് തങ്ങളുടേതായ രീതിയിൽ, മുതലാളിത്തത്തിനാകട്ടെ സാമ്രാജ്യത്വത്തിനാകട്ടെ തങ്ങളുടേതായ രീതിയിൽ യുദ്ധം ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ സംഘടിതരായ ജനതയ്ക്ക് സമാധാനം മുതലാളിത്തത്തിന്റെ മേലും സാമ്രാജ്യത്വത്തിന്റെ മേലും അടിച്ചേൽപ്പിക്കാനാകും അവർ സംഘടിതരാണെങ്കിൽ. അവർ സംഘടിതരല്ല എന്നുണ്ടെങ്കിൽ അത് സാധിക്കില്ല. ഞാൻ രസകരമായി ഓർക്കുന്നു, മാവോയുടെ കാലത്ത് ചൗവൻലായി ഇന്ത്യ സന്ദർശിച്ചു. അന്ന് ചൗവൻലായുമായിട്ട് ചില പത്രക്കാർ ഒരു ഇന്റർവ്യൂ നടത്തി, ചില ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു.
അപ്പോൾ ചൗവൻലായോട് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ട് ചില ഇന്ത്യൻ പത്രക്കാർ. അതായത് ഇന്ത്യയുടെ സമാധാന നയത്തിനെ പറ്റി, പ്രത്യേകിച്ച് നെഹ്റുവിന്റെ കാലമാണ്, ഇന്ത്യയുടെ സമാധാന നയത്തിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചൗവൻലായി അതിനകത്തെല്ലാം മറുപടി പറയുന്ന ഒറ്റ പോയിന്റാണ്, ഇന്ത്യയിലെ ജനങ്ങൾ സമാധാനകാംക്ഷികളാണ്. ഇന്ത്യൻ ഭരണകൂടത്തിന് ചൗവൻലായി ഒരു ക്രെഡിറ്റും കൊടുത്തില്ല. ഇന്ത്യയിലെ ജനങ്ങൾ സമാധാനകാംക്ഷികളാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ജനങ്ങൾ എത്രത്തോളം സമാധാനത്തിന് പിന്നിൽ സംഘടിതരാണോ അത്രത്തോളം അവർക്ക് സമാധാനം സംരക്ഷിക്കാനാകും. ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമാധാനത്തിനെ പറ്റിയുള്ള സംഘടിതമായ ബോധം ഇല്ലായ്മ ചെയ്യപ്പെടുകയാണെങ്കിൽ, അവർക്ക് അവരുടെ ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇന്ത്യ ഗവൺമെന്റിന്റെ സമാധാന നയം എപ്പോൾ വേണമെങ്കിലും അപകടത്തിലാകാൻ പറ്റും. ഇതാണ് ചൗവൻലായി അന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നെഹ്റു സമാധാനവാദിയാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് സമാധാനവാദിയാണെന്ന് പറയിക്കുന്നതിന് വേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തിയെങ്കിലും ഒന്നാന്തരം ഡിപ്ലോമാറ്റായ ചൗവൻലായി ആ കുഴിയിൽ വീഴിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിപ്പോഴും ചിലടത്ത് ഉണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർവ്യൂ ഇപ്പോഴും ഓർക്കുന്നു. സാമ്രാജ്യത്വത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമായും എങ്ങനെ യുദ്ധങ്ങളിലേക്ക് നയിക്കുന്നു എന്നുണ്ടെങ്കിൽ, മറ്റ് പല രീതിയിലും തന്നെ മുതലാളിത്തത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കാര്യങ്ങളെ യുദ്ധങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. ഇപ്പൊ നമ്മള് രണ്ടാം ലോകയുദ്ധത്തിന്റെ ചരിത്രം പറഞ്ഞ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചതിനെ പറ്റി പറയുമ്പോൾ, അത് അമേരിക്ക ലോകത്ത് ഡോമിനേഷൻ നേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. ഇസ്രായേലിനെ ഒരു പ്രശ്നഭൂമിയായി നിലനിർത്തുന്നത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ ഡോമിനേഷന് വേണ്ടിയാണ്. എന്തിനാണ് ഡോമിനേഷൻ? എന്തിനാണ്? മുതലാളിത്തത്തിന് അതുകൊണ്ടുള്ള ഗുണം എന്താണ്? മുതലാളിത്തത്തിന് ഗുണമുണ്ട്. ഡോമിനേഷൻ നിലനിൽക്കുകയാണെങ്കിൽ അത് മുതലാളിത്തത്തിന്റെ ചാലക ശക്തിയായ ചൂഷണം, സർപ്ലസ് വാല്യൂ ഉണ്ടാക്കുക, മിച്ചമൂല്യം സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയയെ അത് എളുപ്പമാക്കി തീർക്കുന്നു. അത് പല രീതിയിലാകാം. അസംസ്കൃത വസ്തുക്കളുടെ വില കുറയ്ക്കുന്നതിന് വേണ്ടിയാകാം, തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ പ്രൊട്ടക്റ്റഡായ മാർക്കറ്റിൽ കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതിന് വേണ്ടിയാകാം. ഇത്തരത്തിൽ പല രീതിയിൽ ലോകത്ത് പ്രദേശങ്ങളിലോ ലോകം ഒന്നടങ്കമോ ഡോമിനേഷൻ നിലനിർത്തുക, മേൽക്കോയ്മ നിലനിർത്തുക എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ ചൂഷണപരമായ പ്രക്രിയയെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ ഒരു ഇസ്രായേൽ ഉണ്ടാവുക, അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ ആവശ്യകതയാണ്. കാരണം ലോകത്ത് ഏതാണ്ട് ലഭ്യമായിട്ടുള്ള പെട്രോളിയത്തിന്റെ സിംഹഭാഗവും നിലനിൽക്കുന്നത് അവിടെയാണ്. ആ പെട്രോളിയം ആകട്ടെ അമേരിക്കൻ ഉൽപാദന വ്യവസ്ഥയുമായി ലോക ഉൽപാദന വ്യവസ്ഥയുമായി പെട്രോളിയം ക്രൂഡ് ഓയിലിന്റെ വില അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിന്റെ വില ഓരോ $10 കൂടുമ്പോഴത്തേക്ക് അമേരിക്കൻ GDP-യുടെ നിരക്ക് ഏതാണ്ട് 0.5% കുറയുന്നു എന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രശ്നം വേണം. അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് അവിടെ സ്ഥിരമായി ഒരു സൈന്യത്തിനെ നിലനിർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ക്രൂഡ് ഓയിലിന്റെ വില കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അമേരിക്കൻ ഉൽപാദന വ്യവസ്ഥയെ ലോകത്ത് ഏറ്റവും മത്സരാധിഷ്ഠിത ഉൽപാദന വ്യവസ്ഥയായി നിലനിർത്തിക്കൊണ്ട് ലോക കമ്പോളങ്ങൾ ചൂഷണം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്നുമാണ് ഈ ഡോമിനേഷന്റെ ആവശ്യകത വരുന്നത്. ഇതിനപ്പുറത്തേക്ക് മാറി കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എടുക്കുമ്പോൾ ചില ബോർഡർ ക്ലാഷുകൾ, ചില അതിർത്തി യുദ്ധങ്ങൾ കാണാൻ പറ്റും. അതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും യുദ്ധങ്ങൾ അതിർത്തി യുദ്ധങ്ങളല്ല, ദേശീയതയല്ല യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. മറിച്ച് മുതലാളിത്തത്തിന്റെ സമ്പദ് വ്യവസ്ഥ യുദ്ധവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അറിയാം, ലോകത്തെ കഴിഞ്ഞ 2 പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധികൾ കഴിഞ്ഞ ഒരു 1.25 നൂറ്റാണ്ടിലെ 1927-28 ആരംഭിച്ച ഗ്രേറ്റ് ഡിപ്രഷൻ, മുതലാളിത്തത്തിന്റെ 2ാം പൊതുക്കുഴപ്പം എന്ന് പറയുന്ന ആ ഗ്രേറ്റ് ഡിപ്രഷൻ എടുത്തു നോക്കുക, 2008 പ്രതിസന്ധി എടുത്തു നോക്കുക. ഈ 2 പ്രതിസന്ധികളിലും 2 രാജ്യങ്ങൾ രക്ഷപ്പെട്ടു. കാര്യമായി ആ പ്രതിസന്ധികൾ ഈ 2 രാജ്യങ്ങളെ ബാധിച്ചില്ല. 1928 പ്രതിസന്ധിയിൽ അന്നത്തെ സോവിയറ്റ് യൂണിയനെ അത് ബാധിച്ചില്ല. 2008 പ്രതിസന്ധിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ചൈനയെ അത് ബാധിച്ചില്ല. എന്താണ് ഇത്തരത്തിൽ ഈ 2 രാജ്യങ്ങൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത്?
മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രതിസന്ധി വരുന്നത് മുതലാളിത്തത്തിന്റെ മാർക്കറ്റിന്റെ ക്രൈസിസുമായി ബന്ധപ്പെടുത്തി മുതലാളിത്തത്തിന് മാർക്കറ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് മുതലാളിമാർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുമായി കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് എപ്പോഴും മുതലാളിത്ത വ്യവസ്ഥിതി മുന്നോട്ട് പോകുന്നതിന് മാർക്കറ്റ്, നിരന്തരമായി വികസിച്ചു കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് വേണം, നിരന്തരമായി മുതലാളിമാർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളില്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ 1990-കൾക്ക് ശേഷം നമ്മൾ പ്രത്യേകിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടങ്ങൾ മിക്കവാറും മേഖലയിൽ നിന്ന് കൈയൊഴിഞ്ഞതോടുകൂടി സ്റ്റേറ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സ്കോപ്പ് ഇല്ല. കാരണം പൊതുമേഖല എന്ന് പറയുന്നതില്ല. മുമ്പ് പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് നിക്ഷേപിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുന്നതിന് വേണ്ടി, പ്രതിസന്ധി വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുന്നതിന് വേണ്ടി മുതലാളിമാരോട് സ്റ്റേറ്റിന്, ഭരണകൂടത്തിന് അഭ്യർത്ഥിക്കാൻ മാത്രം പറ്റുന്ന ഒരവസ്ഥ 1990-ന് ശേഷം പ്രത്യേകിച്ചും ലോകത്ത് സംജാതമായി. അതിനു മുമ്പ്, രണ്ടാം ലോക യുദ്ധത്തിന് മുമ്പും ഏതാണ്ട് സമാനമായ സാഹചര്യമാണ് നിലനിന്നിരുന്നത്. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളിലും നമ്മൾ കാണുന്നത് വളരെ വലിയ ഒരു സ്റ്റേറ്റ് സെക്ടർ ഉള്ള രാജ്യങ്ങൾക്ക് ആ പ്രതിസന്ധിയുടെ കുഴപ്പങ്ങളെ, അതിന്റെ ഇന്റൻസിറ്റിയെ കുറയ്ക്കാൻ പറ്റി. കാരണം 1927 അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ വളരെ വലിയൊരു സ്റ്റേറ്റ് സെക്ടറാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേറെ ആരുടെ ഉപദേശമൊന്നും വേണ്ട, അല്ലെങ്കിൽ വേറെ ആരുടെ അനുവാദം മേടിക്കേണ്ട കാര്യമില്ല, മുതലാളിമാരോട് അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല, അവർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. 2008 ചൈന എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെയാണ്. അവിടെ അന്ന് കുറെ അധികം മുതലാളിത്ത പരിഷ്കാരങ്ങളൊക്കെ വന്നിരുന്നു, അത് മറ്റു കാര്യം. പക്ഷെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പോലും വലിയ ഒരു സ്റ്റേറ്റ് സെക്ടർ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, 2008-ന് ശേഷമുള്ള ചൈനയുടെ ആ എക്കോണമിയിലുള്ള പൊതുമേഖലയുടെ പങ്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2008 മുതൽ അത് സിസ്റ്റമാറ്റിക്കായി ആ പൊതുമേഖലയുടെ പങ്ക് കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. 2008 ഏതാണ്ട് 35% പൊതുമേഖലയിൽ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് ഏതാണ്ട് 60% വരുന്ന പൊതുമേഖലയാണ് നിലനിൽക്കുന്നത്. 2008-ന് ശേഷം ഈ സാമ്പത്തിക പ്രതിസന്ധിയെ കൂടി പരിഗണിച്ചുകൊണ്ട് ചൈനീസ് പാർട്ടിയും സ്റ്റേറ്റും അതിന്റെ നയത്തിൽ കാര്യമായ വ്യത്യാസം വരുത്തുകയുണ്ടായി. പക്ഷെ മുതലാളിത്ത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സാധിക്കത്തില്ല. കാരണം ഇന്ന് പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ് സെക്ടർ ഇല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്താണ്? മുതലാളിത്ത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉടനടിയുള്ള ഒരു പരിഹാരമാണ് യുദ്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യുമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആയുധങ്ങളുടെ ആവശ്യം വരും. ആയുധ നിർമ്മാണം ഒരു വ്യവസായമായി വരും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദേശീയ ബോധം ഇളക്കി വിട്ടു കഴിഞ്ഞാൽ ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ യുദ്ധം ആ അർത്ഥത്തിൽ ഒരു മുതലാളിത്തത്തിന്റെ സാമ്പത്തിക ആവശ്യകതയാണ്. എക്കണോമിക് ക്രൈസിസിനെ അവട്ട് ചെയ്യുന്നതിന് വേണ്ടി, അതിന്റെ കാഠിന്യത്തിനെ കുറയ്ക്കുന്നതിന് വേണ്ടി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സ്വീകരിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് യുദ്ധം നിരന്തരമായി ചെയ്യുക എന്ന് പറയുന്നത്. യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? യുദ്ധം ചെയ്യുമ്പോൾ, യുദ്ധത്തിന് പോകുമ്പോൾ ആ ഭരണകൂടങ്ങളെ ജനങ്ങൾ കൊങ്ങയ്ക്ക് പിടിച്ച് ചോദ്യം ചെയ്യരുത് എന്നുണ്ടെങ്കിൽ അവിടെ വളരെ രൂഢമൂലമായി നിൽക്കുന്ന ദേശീയ ബോധത്തിന്റെയും ദേശീയ ഭ്രാന്തിന്റെയും ആവശ്യകതയുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പല ആൾക്കാരും പറയാറുണ്ട് നമ്മുടെ ദേശീയ ബോധത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ദേശീയ സ്പിരിറ്റിൽ നിന്നാണ് യുദ്ധം വരുന്നതെന്ന്. അല്ല, തെറ്റാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യുദ്ധത്തിന്റെ ആവശ്യകതയുണ്ട്. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ദേശീയ ബോധത്തിന്റെ, ദേശീയ ഭ്രാന്തിന്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഈ യുദ്ധം വരുന്നത്. മറ്റൊരു സാഹചര്യം, ഇപ്പൊ മൂന്നാമത്തെ ഒരു സാഹചര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഹിറ്റ്ലർ ഒരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി വന്നു. ഇന്നും ആ ഒരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ ചില രാജ്യങ്ങളിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ അത് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഫാസിസത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു യുദ്ധോന്മുഖമായ, ആക്രമണോത്സുകമായ പ്രത്യയശാസ്ത്രമാണ്. ആരെയെങ്കിലും ആക്രമിച്ചുകൊണ്ടല്ലാതെ, എവിടെയെങ്കിലും ആരെയെങ്കിലും ഒക്കെ ശത്രുക്കളാക്കിക്കൊണ്ട് അയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിപിടികൾ നടത്തിക്കൊണ്ടല്ലാതെ ഇത്തരം ഒരു പ്രത്യയശാസ്ത്രത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളാൽ മുതലാളിത്തത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരെ ഡയറക്റ്റായി യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് ഒഴിയുക എന്ന് പറയുന്നത് മുതലാളിത്തത്തിന് സാധ്യമല്ല.
ഇവിടെ നമ്മൾ മനസ്സിൽ വെക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ കുറെ ഉപരിപ്ലവ ബുദ്ധിജീവികൾ കുറെ കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു, ഈ രണ്ട് ലോകവ്യവസ്ഥകൾ നിലനിൽക്കുന്നതാണ് ഈ ശീതസമരത്തിന്റെ കാരണം, അതുകൊണ്ട് രണ്ട് ലോകവ്യവസ്ഥകൾ നിലനിൽക്കുന്നതാണ് യുദ്ധത്തിന്റെ കാരണം. ഇതിന് പ്രായോഗികമായ എന്തെങ്കിലും തെളിവുണ്ടോ അത്തരമൊരു തീസിസിന്? രണ്ട് ലോകവ്യവസ്ഥകൾ അന്നത്തെ സോവിയറ്റ് യൂണിയനും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും അമേരിക്കൻ നേതൃത്വത്തിലുള്ള മുതലാളിത്ത വ്യവസ്ഥയും നിലനിന്നതല്ല എങ്ങും യുദ്ധത്തിലേക്ക് നയിച്ചത്. ഒന്നാം ലോകയുദ്ധമാകട്ടെ രണ്ടാം ലോകയുദ്ധമാകട്ടെ ഇന്ന് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യമാകട്ടെ ഇതെല്ലാം തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായി, സാമ്രാജ്യത്വ രൂപം കൊണ്ട മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. രണ്ട് ലോകവ്യവസ്ഥകൾ നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ടതല്ല. മറിച്ച് പലപ്പോഴും പല യുദ്ധങ്ങളെയും അന്നത്തെ സോവിയറ്റ് യൂണിയൻ തടയുകയാണ് ചെയ്തത്, നമ്മൾ ഇടപെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. അപ്പോൾ രണ്ട് ലോകവ്യവസ്ഥകൾ നിലനിൽക്കുന്നു എന്നുള്ളത് യുദ്ധത്തിലേക്ക് നയിക്കാറില്ല. തീർച്ചയായും അതിനൊരു അപവാദം എന്ന് പറയുന്നത് രണ്ട് ലോകവ്യവസ്ഥകൾ നിലനിന്നിരുന്നത് ചില രാജ്യങ്ങളിലുള്ള ലിബറേഷൻ സ്ട്രഗിളിനെ, വിമോചന പോരാട്ടങ്ങളെ സഹായിക്കുകയുണ്ടായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനികളെല്ലാം തന്നെ സ്വതന്ത്രമാകുന്നത് രണ്ടാം ലോകയുദ്ധത്തിലെ സോവിയറ്റ് വിജയവുമായി ബന്ധപ്പെട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ അർത്ഥത്തിൽ ലിബറേഷൻ സ്ട്രഗിൾസിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന അർത്ഥത്തിൽ അതൊരു പക്ഷേ യുദ്ധത്തിലേക്ക് നയിക്കാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് നിലനിൽക്കുന്ന യുദ്ധങ്ങൾ, ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, യുദ്ധ സാഹചര്യം, ഇതൊക്കെ തന്നെ മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും സമ്പദ് നിയമങ്ങളുമായി, സാമ്പത്തിക ശാസ്ത്ര നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെയാണ് സ്റ്റാലിൻ പറഞ്ഞതിന്റെ പ്രസക്തി വരുന്നത്. അതായത് നമുക്ക് യുദ്ധം തടയാൻ പറ്റും, ലോകത്തിന് യുദ്ധത്തിന് തടയാൻ പറ്റും, മനുഷ്യരാശിക്ക് യുദ്ധത്തിന് തടയാൻ പറ്റും. എപ്പോൾ? മനുഷ്യരാശി ഒന്നടങ്കം ഇത് മനസ്സിലാക്കുന്ന ആൾക്കാരുടെ നേതൃത്വത്തിൽ, അതായത് കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ, മറ്റാർക്കും ഇങ്ങനെ ഒരു തിസിസ് ഇല്ല, അവരുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ മിലിറ്റന്റായ സമാധാന പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ലോകയുദ്ധത്തിന് തടയാൻ പറ്റും. ലെനിൻ സാമ്രാജ്യത്വത്തിനെ പറ്റി വിശദീകരിക്കുമ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ കാൾ വോൺ ക്ലാസ്വിറ്റ്സിന്റെ ഓൺ വാർ എന്ന് പറയുന്ന പുസ്തകത്തിനെ വിശദമായി പഠിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് യുദ്ധം എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വിശദീകരിക്കുന്നത്. കാൾ വോൺ ക്ലാസ്വിറ്റ്സ് യുദ്ധത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അതിനു മുമ്പ് ആൾക്കാർ യുദ്ധത്തിനെ തിയറൈസ് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നൊന്നുമല്ല. ക്ലാസ്വിറ്റ്സ് പക്ഷേ നേരിട്ട് ഒരു സൈന്യാധിപനായിരുന്നു, ഒരു മിലിറ്ററി അക്കാഡമിയുടെ ഹെഡായിരുന്നു. നെപ്പോളിയന്റെ യുദ്ധങ്ങളെ വളരെ അടുത്തുപോയി പഠിച്ചിട്ടുള്ള ആളാണ്. നെപ്പോളിയന്റെ എതിർ ചേരിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. പ്രഷ്യൻ മിലിറ്ററി അക്കാഡമിയുടെ ഹെഡായിരുന്നു അദ്ദേഹമാണ്. പിൽക്കാലത്ത് യുദ്ധത്തിനെ തിയറൈസ് ചെയ്തുകൊണ്ട് ഓൺ വാർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അദ്ദേഹം അതിനകത്ത് വളരെ നന്നായി വിശദീകരിക്കുകയുണ്ടായി. വാർ ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് പൊളിറ്റിക്സ് ത്രൂ അതർ മീൻസ്. രാഷ്ട്രീയത്തിന്റെ വിപുലീകരണം മാത്രമാണ് യുദ്ധം, മറ്റു വഴികളിലൂടെയുള്ള. അതേസമയം യുദ്ധത്തിനെ പറ്റി അദ്ദേഹം തിയറൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് സാധ്യതകൾ, യുദ്ധമുണ്ടാക്കുന്ന അനിശ്ചിതത്വത്തിന്റെ സാഹചര്യങ്ങളെ പറ്റിയും ആ അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന റിസ്കുകളെ പറ്റിയും മറ്റു പല കാര്യങ്ങളെ പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ക്ലാസ്വിറ്റ്സിന്റെ ഈ രണ്ട് ഫോർമുലേഷൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇന്നത്തെ സാഹചര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നെപ്പോളിയൻ യൂറോപ്പിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ യുദ്ധവുമായി പോകുമ്പോൾ പല സ്ഥലത്തും നെപ്പോളിയൻ എത്തുന്നതിന് മുമ്പ് തന്നെ യുദ്ധം വിജയിക്കും. കാരണം നെപ്പോളിയന്റെ ഡിമാൻഡ് അവിടെ, നെപ്പോളിയൻ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ലാൻഡ് റിഫോർമേഷന്റെ ആണ്. അതായത് കൃഷിഭൂമി കർഷകർക്ക് എന്നുള്ള മുദ്രാവാക്യമാണ് നെപ്പോളിയൻ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ നെപ്പോളിയൻ വരുന്നു എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ആളുകൾ, സാധാരണ കർഷക തൊഴിലാളികൾ അല്ലെങ്കിൽ ഭൂമി ഇല്ലാത്ത കർഷകർ അന്ന് കൃഷിഭൂമി പിടിച്ചെടുക്കും. അതിനുശേഷം നെപ്പോളിയൻ അവിടെ ചെന്നതിന് ശേഷം ഈ ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിൽ ഇൻഡാസിൽ ഒപ്പുവെക്കുന്നു, നെപ്പോളിയൻ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നെപ്പോളിയന്റെ വിജയം എന്ന് പറയുന്നത് സൈനിക ശക്തിയുടെ വിജയത്തിനേക്കാൾ ഉപരി ആ സൈനിക ശക്തിയെയും സുപ്പീരിയറായ പൊളിറ്റിക്സിനെയും എങ്ങനെ കമ്പൈൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ പ്രസക്തിയെ പറ്റിയും ക്ലാസിക്സ് വളരെ നന്നായി പറയുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭരണകൂടത്തിന്റെ കീഴിൽ
കഴിയാൻ വിധിക്കപ്പെട്ടവരാണ്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് തരത്തിലുള്ള യുദ്ധവിമർശനം നടത്തുമ്പോഴും ആ യുദ്ധവിമർശനം നടത്തുമ്പോൾ ഇന്ത്യൻ വിദേശ നയത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതുകൂടി ഒരു വിമർശന വിധേയമാക്കാതെ, ഒരു വിമർശനത്തിന്റെ പോയിന്റ് ആക്കാതെയുള്ള ആ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് അത് മതിയാകുന്ന ഒരു വിലയിരുത്തലാകും എന്ന് തോന്നുന്നില്ല. ഇന്ത്യയെ സൃഷ്ടിച്ചത് എന്താണ്? ഇന്ത്യയെ സൃഷ്ടിച്ചത് ഏതൊരാൾക്കും അറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം രണ്ടാം ലോകയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതിന്റെ പീക്കിലേക്ക് വരുന്നത്. പ്രത്യേകിച്ചും സോവിയറ്റ് യൂണിയന്റെ സൃഷ്ടിക്ക് ശേഷമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വളർന്നു വരുന്നതും രണ്ടാം ലോകയുദ്ധത്തോടുകൂടി അതിന്റെ പീക്കിലേക്കും വരുന്നു. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാത്രമല്ല, ലോകത്തെ ഒട്ടുമിക്കവാറും സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ് വികസിച്ചു വരുന്നത്. അപ്പോൾ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിനെ സംബന്ധിച്ച് അവർക്കും ഒരു വീക്ഷണകോണുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഭഗത് സിംഗിന്റെ ജയിൽ ഡയറീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭഗത് സിംഗ് ഒന്നാം ലോകയുദ്ധത്തിനെ പറ്റി പഠിച്ചുകൊണ്ട് ലെനിൻ ഒന്നാം ലോകയുദ്ധത്തിനെ പറ്റി പറയുന്ന പല കാര്യങ്ങളും ഭഗത് സിംഗിന്റെ സെന്റൻസുകളിൽ അദ്ദേഹം ജയിൽ ഡയറിയിൽ കുറിക്കുന്നുണ്ട്. ഭഗത് സിംഗ് അന്ന് പറയുന്നുണ്ട്, മുതലാളിമാർ അവർക്ക് ലാഭം കൊയ്യുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിതൃഭൂമിയുടെ പേരിൽ തമ്മിൽ തല്ലി യുദ്ധം ചെയ്ത് ജനങ്ങളെ മുഴുവൻ കൊന്നെടുക്കുമ്പോൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഷ്ടപ്പാടുകളല്ലാതെ മറ്റൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ ഒന്നും ചെയ്യാനില്ല. അവരുടേതല്ല ഈ യുദ്ധം, മുതലാളിമാർക്ക് ലാഭം കൊയ്യുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം മുതലാളിമാരുടെ യുദ്ധമാണ്. ഒന്നാം ലോകയുദ്ധത്തിനെ പറ്റിയുള്ള ലെനിന്റെ വിലയിരുത്തലാണ്. പക്ഷേ ഇത് ഭഗത് സിംഗിന്റെ ജയിൽ ഡയറികളിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു സ്ഥലത്തല്ല, ഒട്ടനവധി സ്ഥലങ്ങളിൽ ഭഗത് സിംഗ് തന്റെ ജയിൽ ഡയറികളിൽ ഇത് എഴുതി വച്ചിട്ടുണ്ട്, വിശദീകരണത്തോടുകൂടി, തന്റേതായ വിശദീകരണത്തോടുകൂടി. തുടർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അന്ന് മുന്നണിയിലേക്ക് വന്ന പല നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളവും അവരെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കല്പങ്ങൾ ഏറെയും കുറഞ്ഞുമൊക്കെ തന്നെ അവരുടെ നിത്യ നിലനിൽപ്പിന്റെ തന്നെ അല്ലെങ്കിൽ അവരുടെ വ്യവഹാരത്തിന്റെ തന്നെ ഭാഗമാവുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു തൊഴിലാളി വർഗ വിപ്ലവമായി അതിനെ പരിണമിപ്പിക്കുന്നതിന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് സാധിച്ചില്ല, അത് പോട്ടെ. പക്ഷെ അത് അവിടെ നിലനിൽക്കെ തന്നെ ആ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ലോക സമാധാനത്തിൻ്റെതായ ചില മുദ്രാവാക്യങ്ങളും ചില സങ്കല്പങ്ങളും ഒക്കെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാക്കന്മാരുടെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ തലയിൽ വന്നു ഭവിക്കുകയുണ്ടായി. സ്വാഭാവികമായും സ്വാതന്ത്ര്യാനന്തരം ലോകത്തന്ന് രണ്ട് ചേരികൾ ഉണ്ടായിരുന്നു. ഒരു മുതലാളിത്ത ചേരി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ളത്, അത് യുദ്ധ സാമ്രാജ്യത്വ ചേരി ആയിരുന്നെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ അന്ന് ഒരു സമാധാന ചേരി ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സമാധാന ചേരിയിൽ ഇന്ത്യക്ക് ചേരാൻ സാധ്യമായിരുന്നില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ മുതലാളി വർഗത്തിനാണ് ഇന്ത്യയിൽ ഭരണകൂടാധികാരം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അന്ന് ചേരിചേരാ രാജ്യങ്ങളുടേതായ വലിയ ഒരു കോൺഫറൻസ്, ബന്ധും കോൺഫറൻസ് നടക്കുകയും അവിടെ 100-ൽ പരം രാജ്യങ്ങൾ പങ്കെടുക്കുകയും സമാധാനത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ചേരിചേരാ രാജ്യങ്ങളുടേതായ ഒരു ചേരി ആരംഭിക്കുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ, അതേസമയം തന്നെ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണ് ഇന്ത്യ പുലർത്തിയിരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇന്ത്യയുടെ സമാധാന നയം ക്രമേണ ഇങ്ങനെ ഡൈലൂട്ടഡായി ഒലിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 1960-കൾ വരുമ്പോഴത്തേക്ക് അത് ചൈനയുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് എത്തി. നമുക്ക് വളരെ കൃത്യമായി ഇവിടെ നിന്നുകൊണ്ട് ഒരുപക്ഷെ അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് വിശദീകരിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. എന്തായാലും 1-2 പുസ്തകങ്ങൾ ചേംബർലൈൻ്റെയും ഇന്ത്യ ചൈന വാർ എഴുതിയ ഒരാൾ മാക്സ്വെല്ലിന്റെയും പുസ്തകങ്ങളുണ്ട്. അപ്പം മാക്സ്വെൽ അതിനകത്തെ നെഹ്റുവിന്റെ സമാധാന നയം ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമാണ് ഇത് എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും ശരി, ഇന്ത്യ അന്ന് അതിനെ കൗണ്ടർ ചെയ്യുകയല്ല ചെയ്തത്, ആ പുസ്തകം കുറെ കാലത്തേക്ക് നിരോധിക്കുകയാണ് ചെയ്തത്. 1970-കൾക്ക് ശേഷം നമ്മൾ കാണുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ത്യ ഇസ്രായേലുമായിട്ടുള്ള പിൻവാതിലൂടെയുള്ള ബന്ധം ആരംഭിച്ചു. മോദി വന്നതിന് ശേഷം അത് ഇസ്രായേലുമായിട്ടുള്ള അമേരിക്കൻ പക്ഷവുമായിട്ടുള്ള കൂടുതൽ ആ പക്ഷത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു വലതുപക്ഷ വൽക്കരണം, യുദ്ധത്തിന്റെ പക്ഷത്തേക്ക് ഇന്ത്യ പോവുക, സമാധാനത്തിന്റെ നയം. ഒരു കാലത്ത് സമാധാനത്തിന്റെ ആളായിരുന്ന ഇന്ത്യ ക്രമേണ, ഇന്ത്യൻ ഭരണകൂടം ഒന്നും മാറിയിട്ടില്ല, പക്ഷെ യുദ്ധത്തിന്റെ വക്താവായി അമേരിക്കൻ പക്ഷത്തും ഇസ്രായേൽ പക്ഷത്തും എത്തുന്ന ഒരവസ്ഥയിലേക്ക് പോയി.
ഇതിന്റെ ഒരു സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേ കാലയളവിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ ശക്തികളെ സംബന്ധിച്ചിടത്തോളം 1990-കൾക്ക് ശേഷം ക്രമാനുഗതമായ അതിന്റെ ഒരു ദൗർബല്യത്തിന്റെ ശക്തി കുറവിന്റെ കാലയളവൂടെയാണ്. അതായത് നേരത്തെ ചൗവൻലായി പറഞ്ഞ അല്ലെങ്കിൽ സ്റ്റാലിൻ പറഞ്ഞ കാര്യം ശരിയായിരിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സമാധാന മുദ്രാവാക്യത്തിന്റെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഐക്യം സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമാധാനം അടിച്ചേൽപ്പിക്കാനാകും ഇന്ത്യൻ മുതലാളിമാരുടെ മേൽ, ഇന്ത്യൻ ഭരണകൂടത്തിന് മേൽ. അല്ല എന്നുണ്ടെങ്കിൽ ഈ സമാധാനം എന്ന് പറയുന്നത് ഒരു മരീചികയാകും. അതുകൊണ്ട് തന്നെ നമ്മൾ സമാധാനത്തിനെ പറ്റി വിപലപിക്കുന്നതിനോ മനുഷ്യാവകാശങ്ങൾ അല്ലെങ്കിൽ സമാധാനത്തിനെ പറ്റിയുള്ള വളരെ ബൂർഷ്വാ ലിബറൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് വേണ്ട എന്നല്ല പറയുന്നത്. യുദ്ധം ഒരു രാഷ്ട്രീയ നിയമമാണ്, അതൊരു സാമ്പത്തിക നിയമമാണ്, സാമ്പത്തിക ആവശ്യകതകളിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗമെന്ന് പറയുന്നതും മിലിറ്റന്റായ രാഷ്ട്രീയമാണ്, മിലിറ്റന്റായ സമാധാന പ്രസ്ഥാനത്തിൻ്റെതായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഏതളവ് വരെ നമുക്ക് ഇന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നം. ആ പ്രശ്നത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്താത്തിടത്തോളം കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം സമാധാനം എന്ന് പറയുന്നതിനകത്ത് മാത്രം വലിയ കാര്യമുണ്ടാകും എന്ന് തോന്നുന്നില്ല. പകരം സുശക്തമായ സമാധാന പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകൾ കേന്ദ്രമാക്കിക്കൊണ്ട് അത്തരം ഒരു പരിശ്രമമാണ് നമ്മളുടെ പക്ഷത്തു നിന്ന് ഉണ്ടാകേണ്ടുന്നത് എന്ന് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതും നമ്മൾ വിമർശന വിധേയമാക്കേണ്ടതാണ്. കാരണം അതിനെയും നമുക്ക് ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന സംഗതിയല്ല. കാരണം ഒരു കാലത്തെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സമാധാനം അടിച്ചേൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു രണ്ടാം ലോക യുദ്ധാനന്തരം, പ്രത്യേകിച്ചും കൊറിയൻ യുദ്ധത്തിന് ശേഷം. കാരണം കൊറിയയിൽ അമേരിക്ക പരാജയപ്പെടുമ്പോഴത്തേക്ക് കൊറിയയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ചില അമേരിക്കൻ ഏജന്റുമാർ സ്റ്റാലിനെ പോയി കാണുന്നുണ്ട്. സ്റ്റാലിൻ അന്ന് വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം സാമ്പത്തിക നിയമമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൊറിയയിൽ അവർ വെളിയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത 2 കൊല്ലം കഴിഞ്ഞ് മറ്റെവിടെയെങ്കിലും ഇടപെടും. അതുകൊണ്ട് തോൽക്കുന്ന സ്ഥലത്ത് കുറച്ചു ദിവസം കൂടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊരു വിലയിരുത്തലാണ് ആദ്യം സ്റ്റാലിൻ എടുക്കുന്നതും പറയുന്നതും. അപ്പൊ കൊറിയൻ യുദ്ധത്തിലെ ഒരു ചെറിയ രാജ്യം കൊറിയ അമേരിക്കയെ തോൽപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വിയറ്റ്നാം തോൽപ്പിച്ചു. ഇതോടുകൂടി ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വളരെ വലിയ ഒരു ഡോമിനേഷൻ അല്ലെങ്കിൽ സമാധാനം അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ശക്തികൾ എന്നൊരു സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. എവിടെ മുതലാണ് അത് വേർതിരിഞ്ഞു തുടങ്ങുന്നത്? ക്യൂബൻ മിസൈൽ ക്രൈസിസിൽ മുതലാണ്. ക്യൂബയിൽ അന്ന് ക്രൂഷ്യേവ് കൊണ്ട് ന്യൂക്ലിയർ മിസൈലുകൾ സ്ഥാപിക്കുകയും അമേരിക്കൻ വിരട്ടലിന്റെ പശ്ചാത്തലത്തിൽ അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുമ്പോഴത്തേക്ക് കൂടി അമേരിക്കയുടെ മുമ്പിൽ പേടിക്കുന്ന ഒരു ശക്തിയായി ലോകത്തെ അതിനെപ്പറ്റിയുള്ള സോവിയറ്റ് യൂണിയനെ പറ്റിയുള്ള ഇമേജ് മാറുകയുണ്ടായി. അപ്പോൾ ഒരു കാലത്ത് സ്റ്റാലിന്റെ കാലം വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ശരിയായ രീതിയിൽ നയിക്കാൻ പറ്റിയ നേതൃത്വമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നാണോ നേതൃത്വ വ്യതിയാനം വന്നത്, തെറ്റായ ഒരു ഡയറക്ഷനിലൂടെ പോയി തുടങ്ങിയത്, അവിടെ മുതൽ അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് മുമ്പിൽ, അതിന്റെ യുദ്ധനയത്തിന് മുമ്പിൽ, അതിന്റെ ന്യൂക്ലിയർ ബ്ലാക്ക്മെയിലിങ്ങിന് മുമ്പിൽ കീഴടങ്ങുന്ന ഒരവസ്ഥയാണ് വന്നത്. ഈ ഡോമിനേഷൻ ആകട്ടെ വലിയ യുദ്ധത്തിലൂടെ കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവൻ കൊടുത്തുകൊണ്ട് സ്ഥാപിച്ചെടുത്തതാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്ന് ശരിയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലെങ്കിലും ആശ്വാസത്തിന് ചെറിയ വകകളുള്ള ഒരു കാലഘട്ടമാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ 3 യുദ്ധങ്ങൾ കണ്ടു. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം, അതിന്റെ പശ്ചാത്തലമൊക്കെ ജോസഫ് ആന്റണി സാറ് വളരെ നന്നായി വിശദീകരിച്ചു, ഞാൻ കിടക്കുന്നില്ല. 2 ഇസ്രായേൽ ഇറാന് നേരെ നടത്തിയ ആക്രമണം, 3 ഇന്ത്യ പാകിസ്ഥാന് നേരെ നടത്തിയ ആക്രമണം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അത് നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണം തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ്. അതിനെ അപലപിക്കാത്ത ലോകത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതേസമയം തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണവും പാകിസ്ഥാൻ സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി ഇന്ത്യ പറയുന്ന കഥ എന്താണോ ആ കഥ ലോകത്തെ മറ്റ് ഭരണകൂടങ്ങളൊന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല. ഈ യുദ്ധത്തിനകത്ത് ഇന്ത്യയെ പിന്തുണച്ചത് കേവലം 2 രാജ്യങ്ങളാണ്. ഇന്ത്യ, ഒന്ന് ഇസ്രായേൽ, ലോകത്തെമ്മാടി എന്ന് പറയുന്ന ഇസ്രായേലും, ഇന്ത്യ അംഗീകരിക്കാത്ത അഫ്ഗാനിസ്ഥാനിലെ താലിബാനും. ഈ 2 രാജ്യങ്ങളാണ് ഇന്ത്യയെ പിന്തുണച്ചത് ഈ പാകിസ്ഥാന് നേരെയുള്ള ആക്രമണത്തിനകത്ത്. ആ യുദ്ധത്തിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പൊ ഇവിടെ നിന്ന് പരസ്യമായി പറയുക ശരിയാവുമെന്ന് തോന്നുന്നില്ല.
പക്ഷെ ഇത്രയും മാത്രം പറയാം, ആ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എയർ കോണ്ടസ്റ്റ് നടന്നത്, വ്യോമ യുദ്ധം നടന്നതിൻ്റെ അടുത്ത ദിവസം രാവിലെ ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്ത് അതിനകത്ത് ഇതിൻ്റെ ഷെയറുകൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റ് റഫേൽ ജെറ്റ് ഉണ്ടാക്കുന്ന ഡസാൾട്ട് ഏവിയേഷൻ കമ്പനിയാണ്. രാവിലെ എണിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ഷെയറുകൾ ഏതാണ്ട് 6% താഴെയാണ് നിൽക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമായിട്ട് ഉപയോഗിച്ചത് J-10C എന്ന് പറയുന്ന ചെങ്ഡു ഏവിയേഷൻ കമ്പനി ഉണ്ടാക്കുന്ന ചൈനയുടെ ഫൈറ്റർ ജെറ്റുകളാണ്. അന്ന് രാവിലെ തന്നെ അത് ഷെൻജൻ എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷെൻജൻ എക്സ്ചേഞ്ച് തുറന്ന് ചെങ്ഡു ഏവിയേഷന്റെ ഷെയർ എങ്ങനെ നിൽക്കുന്നു എന്ന് നോക്കിയപ്പോൾ അത് അന്ന് 20% അപ്പർ സർക്യൂട്ടാണ്, അതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇതാണ് നിന്നത്. അതെന്താണോ പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ചത് ഈ ചെങ്ഡു ഏവിയേഷന്റെ ഷെയർ 63% വർധനവ് രേഖപ്പെടുത്തി. F-16 വിമാനങ്ങൾ ഉണ്ടാക്കുന്ന അമേരിക്കയുടെ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയുടെയും ഡസാൾട്ട് ഏവിയേഷൻ കമ്പനിയുടെയും ഷെയർ താഴെ തന്നെ നിലനിന്നു. പിന്നെ അമേരിക്കയ്ക്ക് ഒരു അയൺ ഡോം ഉണ്ടാക്കുന്നതിന്റെ പ്രപ്പോസൽ ലോക്ഹീഡ് മാർട്ടിൻ അമേരിക്കയുടെ മുമ്പിൽ വെച്ചു. അതോടുകൂടി ഷെയർ ഫ്ലാറ്റായി. പക്ഷെ അത് താഴേക്ക് പോയത് ആ അർത്ഥത്തിൽ തിരിച്ചു പോയില്ല. ചെങ്ഡു ഏവിയേഷന്റെ ഷെയർ 59 യുവാനിൽ നിന്ന് 93 വരെ പോയത് $85 ഏതാണ്ട് അവിടെ സ്റ്റേബിളായി. അതിനുശേഷം ഇത് ഇത്രയും വിശദീകരിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ എന്ത് സംഭവിച്ചു കാണും എന്നുള്ളതിനെ പറ്റി അതിന്റെ ഇൻഫർമേഷൻ നമുക്ക് പരസ്യമായി പറയുന്നത് ശരിയല്ലല്ലോ. പകരം ഇതിനകത്തുനിന്ന് തലയ്ക്കാത്ത ആൾവാസമുള്ള ആൾക്കാർ അത് മനസ്സിലാക്കിക്കൊള്ളൂ എന്തായിരിക്കാം സംഭവിച്ചിരിക്കാൻ സാധ്യത എന്ന് പറയുന്നത്. എന്തായാലും അതിനെ തുടർന്ന് നമ്മൾ കാണുന്നത് ലോകമാസകലം പല രാജ്യങ്ങളിലും ചൈനീസ് ആയുധങ്ങൾ വൻതോതിൽ പോകുന്നതും, അത് ഇറാനാകട്ടെ, ഇന്നിപ്പോൾ ഇറാൻ ബൈഡു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നു, GPS അത് ഓഫ് ചെയ്യുന്നു. കാരണം GPS വഴിയാണ് ഇറാന്റെ കമാൻഡർമാരെ അത് ഐഡന്റിഫൈ ചെയ്തത്. വാട്സാപ്പ് നിരോധിക്കുന്നു, ചൈനീസ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നു. ഇത് ലോകത്തെ ഒട്ടനവധി രാജ്യങ്ങളിൽ ആൾ ഓഫ് എ സഡൻ വളരെ പെട്ടെന്ന് ഇതിന് ശേഷം നമുക്ക് J-10Cയും അത് കഴിഞ്ഞുള്ള അതിന്റെ അടുത്ത ഫൈറ്റർ ജെറ്റുകളും ലോകം മുഴുവൻ വ്യാപിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. എന്താണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ നിങ്ങൾ ഊഹിച്ചോളുക. കാരണം ഇതിനകത്തെ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും 2-3 സാറ്റലൈറ്റ് കോൺസ്റ്റലേഷനുകൾ, ഉപഗ്രഹ സംവിധാനങ്ങൾ വളരെ ശക്തമായി മുമ്പിൽ നിൽപ്പുണ്ട്. നമുക്ക് ഡേറ്റ ഇല്ലായിരിക്കാം, നമുക്ക് നമ്മുടെ പത്രങ്ങൾ എഴുതുന്നതേ വായിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അമേരിക്കയുടെ GPS ഉണ്ട്, യൂറോപ്പിന്റെ ഗലീലിയോ സിസ്റ്റം നിലനിൽക്കുന്നു, റഷ്യക്ക് അവരുടേതായ സിസ്റ്റമുണ്ട്, ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൈഡു സിസ്റ്റമുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ബൈഡു സിസ്റ്റമാണ്. കാരണം അതിന് സെന്റിമീറ്ററുകളുടെ വ്യത്യാസത്തിൽ പൊസിഷൻ കൃത്യമായി പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലോകത്തെ മിക്കവാറും രാജ്യങ്ങളുടെ മുമ്പിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ഡേറ്റ അവൈലബിൾ ആണ്. നമുക്ക് അവൈലബിൾ അല്ല, ഇന്ത്യൻ ടാക്സ് പേയേഴ്സിന് മാത്രമാണ് അത് അവൈലബിൾ അല്ലാത്തത്. ഇവരാരും ഡേറ്റ ഇല്ലാതെ അല്ല പറയുന്നത്. അപ്പോൾ ഇത് എന്തായിരിക്കും എന്നുള്ളത് ഊഹിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 5-6 മാസക്കാലത്തെ യുദ്ധ സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ യുദ്ധത്തിലെല്ലാം അമേരിക്കൻ സാമ്രാജ്യത്വം പിന്തുണയ്ക്കുന്ന ആൾക്കാർ പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷെ ആശ്വാസത്തിന്റെ ഒരു കാര്യമായിരിക്കാം. അതിനേക്കാൾ ഉപരി ഇന്ത്യൻ വിദേശ നയത്തിനെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്നാണ് ഒരു വൻശക്തിയായ അല്ലെങ്കിൽ പ്രദേശത്തെ വളരെ നോട്ടബിൾ ഒരു ഫോഴ്സായി മാറുന്നത്. ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിനകത്ത്, അതായത് ബംഗ്ലാദേശിന്റെ ലിബറേഷൻ, അന്ന് ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുന്നു. അതിനകത്ത് ഇന്ത്യ വളരെ കാര്യമായ ഒരു പങ്ക് വഹിക്കുന്നു. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇന്ത്യയിലാണ് പരിശീലിപ്പിക്കുന്ന പല ആൾക്കാരെയും. ഇതൊക്കെ ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രൊഫൈൽ വളരെ കാര്യമായി കൂടുന്നത്. അന്ന് സോവിയറ്റ് യൂണിയന്റെ സഹായം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോവിയറ്റ് വാർഷിപ്പുകൾ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിലേക്ക് വരികയും അമേരിക്കൻ വാർഷിപ്പുകൾ വന്നത് നമ്മൾ താമസിച്ചു പോയി എന്ന മെസ്സേജുമായി തിരിച്ചു പോവുകയും ചെയ്തത് പല ആൾക്കാരും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്, എഴുതി വച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അന്നാണ് ഇന്ത്യയുടെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഏറ്റവും വികസിതമായ അല്ലെങ്കിൽ ഏറ്റവും മുകളിലെത്തുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ എന്താണ് കാണുന്നത്? നമ്മൾ കാണുന്നത് ലോകത്ത് ഇന്നിപ്പോ 3 വൻശക്തികളും ഒരുപോലെ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരാള് അസീം മുനീറാണ്, പാകിസ്ഥാന്റെ പട്ടാള മേധാവി. അദ്ദേഹത്തിന് അത് കഴിഞ്ഞ്
ട്രംപ് വിളിച്ച് ഉച്ചയൂണ് കൊടുക്കുന്നു. എല്ലാ പത്രത്തിലും കണ്ടതാണല്ലോ. ചൈന പറയുന്നു അത് നമ്മുടെ അയൺ ക്ലാഡ് ബ്രദറാണ് പാകിസ്ഥാൻ എന്ന്. റഷ്യ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പഴയ ബന്ധമല്ല ഇന്ന് നിലനിൽക്കുന്നത്. പണ്ട് ഇന്ത്യയും റഷ്യയും ഒന്നിച്ചായിരുന്നു, പാകിസ്ഥാൻ അവർക്കെതിരായിരുന്നു. പക്ഷെ ഇതിനകത്ത് റഷ്യയുടെ പൊസിഷൻ വളരെ ന്യൂട്രൽ ആയിരുന്നു. റഷ്യയും പാകിസ്ഥാനും ഇന്ന് എല്ലാ വർഷവും നടത്തുന്ന ഷഹീൻ സീരീസ് ഓഫ് എക്സർസൈസുകളുണ്ട്, മിലിറ്ററി അഭ്യാസങ്ങൾ എല്ലാ വർഷവും റഷ്യയും പാകിസ്ഥാനും ഒന്നിച്ച് നടത്തുന്നു. അതായത് ലോകത്തെ 3 വൻശക്തികൾ, അമേരിക്ക, ചൈന, റഷ്യ, ഈ 3 വൻശക്തികളും ഇന്ന് ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന, ബന്ധം പ്രായോഗികമായി നിലനിൽക്കുന്ന ലോകത്തെ വ്യക്തി അസീം മുനീറായി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മാറി. ഇത് ഏത് പത്രം എടുത്തു നോക്കിയാലും മതി. അപ്പോ നമ്മുടെ എക്സ്ട്രീം അൾട്രാ നാഷണലിസ്റ്റായ ആ രാഷ്ട്രീയ നയം ആ ഇന്ത്യൻ മുതലാളിത്തത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ കൊണ്ടെത്തിച്ചത് ഇവിടെയാണ്. അറിഞ്ഞോ അറിയാതെയോ അസീം മുനീറിന്റെ പൊളിറ്റിക്കൽ പ്രൊഫൈൽ വൻതോതിൽ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനും അദ്ദേഹത്തിന് ലോക രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനും ഇന്ത്യ ഗവൺമെന്റിനായി എന്നുള്ളതാണ് വളരെ സത്യമായ കാര്യമെന്ന് പറയുന്നത്. അതിനപ്പുറമുള്ള കാര്യമൊന്നുമില്ല. ഇതിനപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ബ്രിക്സുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ ബന്ധം നോക്കിക്കഴിഞ്ഞാലും ഇന്നിപ്പോ ഇന്ത്യയുടെ നേതാക്കന്മാർ ചൈനയിൽ പോകുന്നു. അവര് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി വളരെ വിമർശനാത്മകമായി പ്രതികരിക്കുന്നു. പക്ഷെ കഴിഞ്ഞ കുറെ കാലം എടുത്തു കഴിഞ്ഞാൽ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഗവൺമെന്റിന്റെ വിദേശ നയങ്ങളിൽ ഒന്നായിരുന്നു ചൈനയുമായുള്ള എന്തെങ്കിലും തർക്കങ്ങൾ ഒരു കാലത്തും പരിഹരിക്കാതിരിക്കുക, അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ന്യായങ്ങൾ കണ്ടുപിടിക്കുക, ആ ന്യായങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ആ ഭിന്നത നിലനിർത്തുക എന്നുള്ളത് ഇന്ത്യൻ വിദേശ നയത്തിന്റെ ഭാഗമായിരുന്നു. ഇവർ പറഞ്ഞിട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെന്റുകളും എന്താണെന്നുള്ളത് നോക്കുക. അത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് അങ്ങോട്ട് ഒരുപാട് കടക്കുന്നില്ല. ഇപ്പോൾ ചൈന അല്ലെങ്കിൽ റഷ്യ പറയുന്നു ഇന്ന് ലോകം ഒരു മൾട്ടിപോളാർ വേൾഡ് ആണ്. അതിനെപ്പറ്റി ജയശങ്കർ എന്താണ് വിലയിരുത്തുന്നത്? ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉടനെ അതിന് കൗണ്ടർ അടിച്ചു. മൾട്ടിപോളാർ ഏഷ്യയാണ് മൾട്ടിപോളാർ വേൾഡിന്റെ അടിസ്ഥാനം. അതായത് ഈ ഏഷ്യയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏഷ്യയിൽ 2 പോളുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ലോകം മൾട്ടിപോളാർ ആണ് എന്നുള്ളതിന്റെ അടിസ്ഥാനം. എന്ന് പറയുമ്പോൾ ഇന്ത്യയും ചൈനയും ഈക്വൽ കോണ്ടസ്റ്റന്റുകളാണ്, മത്സരക്കാരാണ് എന്നുള്ളതാണ് അവിടെ ജയശങ്കർ പറഞ്ഞു വെക്കുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഡോളറിന് പകരമായി ഒരു ആൾട്ടർനേറ്റ് ബ്രിക്സ് കറൻസിയുടെ പ്രപ്പോസൽ മുന്നോട്ട് വച്ചു. അതിന് കാരണമുണ്ട്. കാരണം ഡോളറിനെ അമേരിക്ക വെപ്പണൈസ് ചെയ്യുകയും ആയുധവൽക്കരിക്കുകയും റഷ്യയുടെ കയ്യിലുള്ള പണത്തിനെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വരികയും ചെയ്തു. യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ സ്വാഭാവികമായും ലോകത്തൊരു ആൾട്ടർനേറ്റ് പേയ്മെന്റ് സിസ്റ്റവും ആൾട്ടർനേറ്റ് കറൻസി സിസ്റ്റവും വരുത്തുക എന്നുള്ളത് അത് റഷ്യ ആകട്ടെ ചൈന ആകട്ടെ ഈവൻ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും അമേരിക്കൻ താല്പര്യത്തിനെതിരെ പോയാൽ തങ്ങളുടെ ഡെപ്പോസിറ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നാലോ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും റിസ്ക് കുറച്ച് നിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തങ്ങളുടെ ഡെപ്പോസിറ്റുകൾ, ഇൻവെസ്റ്റ്മെന്റുകൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിക്കും. അപ്പോൾ ലോകത്തെ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡോളറിന് പാരലലായി മറ്റൊരു കറൻസി വരിക എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യകതയാണ്. നമ്മൾ കഴിഞ്ഞ 3-4 വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോദിയുടെയും ജയശങ്കറിന്റെയും പ്രസ്താവനകളിൽ നിരന്തരമായി ഇതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയും ഇതിന് പാര പണിതുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയാണ് എന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോ ഇത്തരത്തിൽ റിക്ക് എന്ന് പറയുന്ന RIC, റഷ്യ, ഇന്ത്യ, ചൈന, അപ്പൊ ഈ ഒരു സങ്കല്പം 1990കളില് അന്നത്തെ ഒരു സാഹചര്യത്തിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നതാണ്. അതിനെ തുടർന്നാണ് അതിന്റെ മുമ്പ് ബ്രിക്സ്, ബിയും എസും ഒക്കെ കൂടെ ചേർന്ന്, അതായത് സൗത്ത് ആഫ്രിക്കയും ബ്രസീലും കൂടെ ചേർന്ന് ബ്രിക്സ് ഉണ്ടാകുന്നത്. റിക്കാണ് ബ്രിക്സ് ആയിട്ട് മാറുന്നത്. അവിടെ നിന്നാണ് BRI, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വരുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനകത്ത് ഏതാണ്ട് ലോകത്തെ 150ഓളം രാജ്യങ്ങൾ ഇന്ന് അംഗങ്ങളാണ്. അത് നേപ്പാളും ഇന്ത്യക്ക് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാണ്. നിങ്ങൾ നോക്കുക, ഇന്ത്യയുടെ ഈ അഗ്രസീവായ നാഷണലിസ്റ്റ് പോളിസി ഇന്ന് ഇന്ത്യയെ എവിടെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്? ഇന്ത്യയുമായി ഇന്ന് ഏതെങ്കിലും അയൽ രാജ്യത്തിന് നല്ല ബന്ധമുണ്ടോ? നമ്മുടെ അയൽ രാജ്യങ്ങൾ എടുത്തു നോക്കുക. പാകിസ്ഥാൻ പോട്ടെ, ചൈന, നേപ്പാൾ പരമ്പരാഗതമായി ഇന്ത്യയുടെ അടുത്ത മിത്രമാണ്. ഏറ്റവും കൂടുതൽ RSSന് ശാഖകളുള്ള രാജ്യമാണ് നേപ്പാൾ. പക്ഷെ ആദ്യമായി നേപ്പാളീസ് പ്രധാനമന്ത്രി ആയതിനു ശേഷം പരമ്പരാഗതമാണ് ഇന്ത്യയിലാണ് വരുന്നതെങ്കിൽ തൊട്ട് മുമ്പത്തെ തവണ ആദ്യമായി ചൈനയിലേക്കാണ് പോയത്.
കാരണം അവർ കാഠ്മണ്ഡുവിനെ ചൈനയുമായി റെയിൽവേ വഴി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. ഹിമാലയം തുറന്നുകൊണ്ടുള്ള റെയിൽവേ അവിടെ നിന്ന് വരുന്നു. അത് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കിൽ നിന്ന് അങ്ങ് തായ്ലൻഡ്, കംബോഡിയ വരെയുള്ള റെയിൽവേ ലൈനിലേക്ക് നേപ്പാളിനെ ബന്ധിപ്പിക്കപ്പെടും. അതോടുകൂടി ഇന്ത്യ നേപ്പാളിന് മേൽ നടത്തുന്ന ആ ഞെരുക്കം ഇല്ലാതാകും. അപ്പോൾ നേപ്പാളും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിനേക്കാൾ കൂടുതലായി നേപ്പാളും ചൈനയുമായിട്ടുള്ള ബന്ധം. അവിടെ RSSന് ലോകത്തെ ഏറ്റവും വലിയ സംഘടന ഉണ്ടായിട്ട് പോലും ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ ബന്ധം എന്താണ്? മ്യാൻമാറുമായിട്ടുള്ള, ബർമ്മയുമായിട്ടുള്ള, പഴയ ബർമ്മയുമായിട്ടുള്ള ബന്ധം എന്താണ്? ശ്രീലങ്കയുമായിട്ടുള്ള ബന്ധം എന്താണ്? മാലിദ്വീപുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇപ്പൊ ഇന്ത്യൻ അഗ്രസീവ് നാഷണൽ പോളിസി, ആക്രമണോത്സുകമായ ഒരു ദേശീയ നയം ഇന്ത്യക്ക് ഉണ്ടായതിനു ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യയുടെ ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യപ്പെടുകയും ഇന്ത്യയെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ ഒരു ആക്രമണോത്സുക ശക്തിയായി, മറ്റുള്ളവരുടെ മേൽ മെക്കിട്ട് കയറുന്ന ഒരു ശക്തിയായി കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നാണ് ഗവൺമെന്റുകൾക്കും ഇത്തരത്തിലൊരു പൊസിഷൻ എടുക്കേണ്ടി വരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ തങ്ങളുടെ വ്യവസ്ഥ വെച്ചുകൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഈ രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് അകലം പാലിക്കേണ്ടിയിരുന്നതാണ്. അങ്ങനെ അകലം പാലിച്ചിരുന്നതുമാണ്. പക്ഷെ ഇന്ത്യൻ മെക്കിട്ട് കയറൽ കാരണം ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സാർക്ക് ഇന്ത്യ ഒഴിവാക്കിയതിന് ശേഷം ഇന്ന് അതിനെ ചൈന മറ്റൊരു തരത്തിൽ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. ഇന്ത്യൻ ഓഷന് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ, അത് ആഫ്രിക്കയുടെ കിഴക്കൻ വശത്ത് വരുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ, ഇറാൻ ഉൾപ്പെടെ, ചില സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, മാലിദ്വീപും ബ്രൂണയും ഉൾപ്പെടെ ഇന്ത്യൻ ഓഷൻ രാജ്യങ്ങളുടെ ഒരു സഖ്യമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു. അതിൽ ഇന്ത്യയില്ല. ഇന്ത്യ ഒഴികെയുള്ള ഇന്ത്യൻ ഓഷൻ രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള സഖ്യമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നു. അപ്പോൾ ഈ അഗ്രസീവ് നാഷണലിസം ഇന്ത്യയുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നു. ആ രാജ്യങ്ങളെ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയെ ഒരു ആക്രമണോത്സുക, മേൽക്കോയ്മപരമായ ഇടപെടൽ നടത്തുന്ന ഒരു ശക്തിയായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. ഇതൊക്കെയാണ് പച്ചയായ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മളിവിടെ യുദ്ധവും സമാധാനവും രാഷ്ട്രീയവും യുദ്ധവുമായിട്ടുള്ള ബന്ധവും എക്കണോമിക്സും അല്ലെങ്കിൽ എക്കോണമിയും യുദ്ധവുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ചെയ്യുമ്പോൾ, ഇന്ത്യയിൽ നിന്ന് ഇത്തരം ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ആ വിലയിരുത്തലിന്റെ എല്ലാം ആത്യന്തികമായ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ എന്ത് തരത്തിലുള്ള ഒരു സമാധാന നയം അഡോപ്റ്റ് ചെയ്യുന്നു, നമ്മൾക്ക് എങ്ങനെ നമ്മുടെ രാഷ്ട്രീയക്കാരെ കൊണ്ട് ഈ സമാധാനോന്മുഖമായ ഒരു നയത്തിനെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും, അത്തരത്തിലുള്ള സമ്മർദ്ദം ഏത് രീതിയിലാണ് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നത്, ഇതായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ഈ രീതിയിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ലോക സമാധാന പ്രസ്ഥാനത്തിന് സംഭാവന ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.